ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പാഠാവലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 9ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട സോഷ്യൽ സയൻസിൻ്റെയും മലയാളത്തിൻ്റെയും ബേസിക് സയൻസ് എല്ലാത്തിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പാഠാവലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 40 മാർക്കിനാണ് ചോദ്യം. 1.5 മണിക്കൂറാണ് സമയം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ഓരോ മാർക്ക് വീതമാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ആഴം പൂണ്ടിടുന്നോ രാമോദം തന്നാലേ പൂഴിയിൽ വീണു പുരണ്ടാൻ ചെമ്മേ അമ്പാടിയിലേക്ക്. അക്രൂരൻ്റെ ഈ പ്രവൃത്തിയിൽ നിഴലിക്കുന്ന ഭാവം എന്ത്? അസൂയ, കാരുണ്യം, ഭക്തി, അഹങ്കാരം. അപ്പോൾ എന്താണ് ഉത്തരം? ഭക്തിയാണ്. ഈ വാക്കുകളിൽ തെളിയുന്നത് എന്താണ്? ഭക്തിയാണ്. ആഴം പൂണ്ടിടുന്നോ രാമോദം തന്നാലേ പൂഴിയിൽ വീണു പുരണ്ടാൻ ചെമ്മേ എന്നതിലൂടെ അക്രൂരൻ്റെ ഭക്തിയാണ് വെളിവാകുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്വാതന്ത്ര്യ സമരം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാരൂപം ഏത്? സ്വാതന്ത്ര്യവും സമരവും, സ്വാതന്ത്ര്യത്തിനായുള്ള സമരം, സ്വാതന്ത്ര്യത്തോടുള്ള സമരം, സ്വാതന്ത്ര്യം എന്ന സമരം. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? സ്വാതന്ത്ര്യത്തിനായുള്ള സമരം. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. സ്വാതന്ത്ര്യ സമരം എന്നത് വിഗ്രഹിച്ചെഴുതിയാൽ സ്വാതന്ത്ര്യത്തിനായുള്ള സമരം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായി പിരിച്ചെഴുതിയത് ഏത്? 1 അറിഞ്ഞു, 1 പ്ലസ് അറിഞ്ഞു, ഒരവസ്ഥ, ഒരു അവസ്ഥ, ദുഃഖത്തോടെ, ദുഃഖം തോടെ, മൂകനായി, മൂക ആയി. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് ഒരവസ്ഥ, ഒരു അവസ്ഥ. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഒരവസ്ഥ, ഒരു അവസ്ഥ. ഇനി അടുത്ത ചോദ്യം നോക്കാം. മന്ദേൻ തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മുരളും തേനീച്ചകൾ പറന്നു കളിക്കവേ. സൗന്ദര്യലഹരി. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എഴുതുക. ഇവിടെ അടിവരയിട്ടിരിക്കുന്ന മന്ദേം എന്നാണ്. വണ്ട്, തേന്മാവ്, പാൽ, പൂന്തേൻ. ശരിയായ ഉത്തരം എന്താണ്? പൂന്തേൻ. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. നാടുവാഴി തെളിഞ്ഞാലേ ഞാൻ തെളിയൂ, നാടുവാഴി ഇരുന്നാലേ ഞാൻ ഇരിക്കൂ. ഞാൻ തെളിയൂ എന്നതുകൊണ്ട് മതിലിൽ കന്നി സൂചിപ്പിക്കുന്നത് എന്ത്? നാടുവാഴിയാകാനുള്ള ആഗ്രഹം, സന്തോഷിക്കാനേ കഴിയുകയുള്ളൂ. നാടുവാഴിയോടുള്ള പ്രതിഷേധം, തെളിവില്ലാതെ ഞാനൊന്നും വിശ്വസിക്കുകയില്ല. അപ്പോൾ ഇതിൽ തെളിയുന്നത് എന്താണ്? സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. എന്താണ്? സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി. ഓക്കെ, ഇനി 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. 2 മാർക്ക് വീതമാണ്. ഓക്കെ, അക്രൂരമായൊരു മാനസം പൂണ്ടുള്ളോർ അക്രൂരമാകിന യാദവന്താൻ അമ്പാടിയിലേക്ക്. ഈ വരികളിലെ ഭാഷാപരമായ 2 സവിശേഷതകൾ എഴുതുക. ഈ വരികൾ പരിശോധിച്ചാൽ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതായി കാണാം. അതായത് നമ്മളിവിടെ കണ്ടു അക്രൂരമായൊരു അക്രൂരനാകിന. അപ്പോൾ അവിടെ എന്താണ്? ആവർത്തിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ശബ്ദത്തോടൊപ്പം അർത്ഥവും പരിഗണിക്കുന്നുണ്ട്. ഇവിടെ 2 വരിയിലും അക്രൂര എന്ന് ആവർത്തിച്ചിരിക്കുന്നു. ഒന്നാമത്തെ വരിയിൽ അക്രൂരൻ എന്ന യാദവനെയും രണ്ടാമത്തെ വരി യാതൊരു ക്രൂരതയില്ലാത്തവൻ എന്ന അർത്ഥത്തിലുമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. സഹൃദന് ഹൃദ്യമായി തീരുന്ന ഈ ചമൽക്കാര ഭംഗിക്ക് ശബ്ദാലങ്കാരമാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുകയാണ്. ഇതിൻ്റെ പ്രാസം എന്താണെന്ന് ചോദിച്ചാൽ ദ്വിതീയാക്ഷര പ്രാസമാണ്. ഇനി അപ്പോൾ നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി എഴുതാനാണ്. അയാൾക്ക് ഞാൻ എൻ്റെ വിലാസം കൊടുത്തിരുന്നു എങ്കിലും അസാധാരണമായ ആ ടാക്സി ഡ്രൈവറുടെ വിലാസം ഞാൻ വാങ്ങിയിരുന്നില്ല. അപ്പോൾ ഇവിടെ 2 വാക്യമായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കെങ്ങനെ? അയാൾക്ക് ഞാൻ എൻ്റെ വിലാസം കൊടുത്തിരുന്നു എങ്കിലും അസാധാരണമായ ആ ടാക്സി ഡ്രൈവറുടെ വിലാസം ഞാൻ വാങ്ങിയിരുന്നില്ല. അങ്ങനെ എഴുതാം. അയാൾക്ക് ഞാൻ എൻ്റെ വിലാസം കൊടുത്തിരുന്നു, അസാധാരണനായ ആ ടാക്സി ഡ്രൈവറുടെ വിലാസം ഞാൻ വാങ്ങിയിരുന്നില്ല. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്തത് 8ാമത്തെ ചോദ്യം. പാടിയിരുന്ന പഴങ്കഥ പാട്ടുകൾ പാൽക്കുഴമ്പല്ലോ
ചെകിട്ടിനെല്ലാം പണ്ടത്തെ പാട്ടുകൾ. ഈ വരികളിൽ തെളിയുന്ന പണ്ടത്തെ പാട്ടുകളുടെ പ്രത്യേകതകൾ എന്താണ്? പണ്ടത്തെ പാട്ടുകളുടെ പ്രത്യേകത എന്തായിരുന്നു? കേൾക്കാൻ ഇമ്പമുള്ളതായിരുന്നു, ആസ്വദിക്കാൻ വകയുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ 3 2 ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യം നോക്കാം. 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 5 അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. അപ്പോൾ 20 മാർക്കിൻ്റെ ഒരു സെക്ഷനാണിത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കും. ഒരു ജീവിതം കരിയില പോലെ പാറുന്നു. അയാളെ തന്നെ നോക്കി നിന്നു. തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ വന്യമായ നോട്ടം. കഥാസന്ദർഭത്തിന് മിഴിവേക്കാൻ ഇത്തരം പ്രയോഗങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കഥയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് സ്വാഭിപ്രായം എഴുതുക. അപ്പോൾ സാക്ഷി എന്ന പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണ് ജീവിതം കരിയില പോലെ പാറുന്നു. പിന്നെ അതേപോലെ തന്നെ അയാളെ തന്നെ നോക്കി നിന്നു. തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ വന്യമായ നോട്ടം. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയുടെ ധർമ്മസങ്കടത്തിൻ്റെ കയ്പ് നിറച്ചു വെച്ചിരിക്കുന്ന കഥയാണ് സാക്ഷി. എന്താണ്? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് അവർ, അല്ലേ? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയുടെ ധർമ്മസങ്കടനത്തിൻ്റെ കയ്പ് നിറച്ചു വെച്ചിരിക്കുന്ന കഥയാണ് സാക്ഷി. അതേസമയം ഒരു സ്ത്രീയുടെ പൊരുതലിൻ്റെ കഥ കൂടിയാണ്. ഓക്കെ, ഒറ്റപ്പെട്ടു പോയ സങ്കടത്തിൻ്റെ മാത്രമല്ല, ഒരു പൊരുതലിൻ്റെ കഥ കൂടിയാണ് സാക്ഷി. സ്ത്രീയെ ഉടൽ മാത്രമായി കാണുന്ന ആൺകോയ്മ വ്യവസ്ഥിതിക്കെതിരെയാണ് അവർ പൊരുതുന്നത്. താലി കെട്ടിയ പുരുഷൻ കോടതിയിൽ അത് നിഷേധിക്കുന്നതോടെ ഉമയെന്ന സ്ത്രീയുടെ സ്വത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. ഇപ്പം വിവാഹം കഴിച്ച പുരുഷൻ അവിടെ നിഷേധിക്കുകയാണ്, വിവാഹം കഴിച്ചിട്ടില്ല എന്ന് നിഷേധിക്കുകയാണ്. അപ്പോൾ ഉമ എന്ന സ്ത്രീയുടെ ഒരു വ്യക്തിത്വത്തെയാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത്. കോടതി മുറിയിലെ അയാളുടെ സാക്ഷിമൊഴി സ്ത്രീ എന്ന നിലയിൽ അവൾ കാത്തുപോന്ന മാന്യതയെ നിമിഷ നേരം കൊണ്ട് തകർത്തെറിയുന്നു. മാരേജ് സർട്ടിഫിക്കറ്റിനായുള്ള ഉമയുടെ ശ്രമങ്ങൾ അത്രയും അവളുടെ അന്തസ്സ് വീണ്ടെടുക്കാനുള്ള ശ്രമമായി കാണേണ്ടതുണ്ട്. ആ സ്ത്രീ പെശകാണെന്ന സെക്ഷൻ ക്ലർക്കിൻ്റെ പ്രസ്താവനയിൽ ഉമ കൊണ്ടു നടക്കുന്ന അപമാനത്തിൻ്റെ മുറിവ് കാണാനാവും. അവരെ സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടുവെക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന പുരുഷനിലും നോട്ടത്തിൻ്റെ ഞെട്ടിക്കുന്ന ക്രൂരത കാണാം. ഉമയുടെ ആകെയുള്ള പിടിവള്ളിയാണ് മാരേജ് സർട്ടിഫിക്കറ്റ്. രജിസ്റ്ററിൽ നിന്ന് ആ താളുകൾ അപ്രത്യക്ഷമാകുന്നിടത്ത് ഉമ എന്ന സ്ത്രീയുടെ ദുരന്തം പൂർത്തിയാക്കുന്നു. അപ്പോൾ നിരന്തരമായ ഓഫീസ് വരാന്തങ്ങളിൽ കയറി ഇറങ്ങിയിട്ടും നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് സാക്ഷി എന്ന നോവലിലൂടെ ഉമ എന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിസ്സഹായമായി പോവുകയാണ് അവൻ. ലാസ്റ്റ് ഈ മാരേജ് സർട്ടിഫിക്കറ്റിൽ നിന്ന് ആ 2 ഏടുകൾ മാത്രം കാണാതാവുന്നത് കൊണ്ട് ഉമ എന്ന ആ സ്ത്രീയുടെ ജീവിതത്തെ തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ജീവിത പ്രതിസന്ധികളിൽ നിസ്സഹായമായി പോകുന്ന ഒരു കഥാപാത്രമാണ് ഉമ. അതായത് നിയമക്കുരുക്കുകളും സാങ്കേതിക തടസ്സങ്ങളും അവരുടെ ജീവിതത്തെ തകർക്കുകയാണ്. നിരന്തരമായി ഓഫീസ് വരാന്തരങ്ങളിൽ കയറി ഇറങ്ങിയിട്ടും നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉമ എന്ന കഥാപാത്രത്തിലൂടെ നാം കടന്നു പോകുന്നത്. അപ്പം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയുടെ ധർമ്മസങ്കടത്തിൻ്റെയും അതേസമയം ഒരു സ്ത്രീയുടെ പൊരുതലിൻ്റെയും കഥ കൂടിയാണ് സാക്ഷി എന്ന കഥാപാത്രത്തിലൂടെ ഉമയിലൂടെ നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്ത്രീയെ ഒരു ഉടൽ മാത്രമായി കാണുന്ന ആൺകോയ്മ വ്യവസ്ഥയ്ക്കെതിരെയും അവർ പോരാടുകയാണ്. വിവാഹം കഴിച്ച പുരുഷൻ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ ഉമ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ്. പിന്നെ ആ ഒരു തെളിയിക്കാൻ വേണ്ടിയിട്ട്, വിവാഹം കഴിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ നിരന്തരം രജിസ്റ്റർ ഓഫീസുകളിൽ കയറി ഇറങ്ങുകയാണ്. എന്നാൽ നിയമക്കുരുക്കുകളും സാങ്കേതിക തടസ്സങ്ങളും അവർക്ക് ആ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൽ നിന്ന് വളരെ പ്രയാസമേറിയൊരു സംഭവമായി മാറുന്നു. നിരന്തരം ഓഫീസുകളിൽ കയറി ഇറക്കുമ്പോഴും അവിടെയും അവർ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്, അല്ലേ? സെക്ഷൻ ക്ലർക്ക് പറയുകയാണ് ആ സ്ത്രീ പെശകാണെന്ന് പറയുന്നത്. ഉമ്മ കൊണ്ടു നടക്കുന്ന അപമാനത്തിൻ്റെ മുറിവ് നമുക്ക് കാണാം. അതേപോലെ തന്നെ വേറൊരാൾ പറയുന്നു സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറയുന്നു. അപ്പോൾ ആകെയുള്ള പെടുവള്ളിയായിരുന്നു ആ മാരേജ് സർട്ടിഫിക്കറ്റ്. പക്ഷേ ആ 2 ഏടുകൾ മാത്രം ആ മാരേജ് സർട്ടിഫിക്കറ്റിൽ നിന്ന് കാണാതായി പോവുകയാണ്. അപ്പോൾ അവരുടെ
നിരന്തരമായ ഓഫീസ് വരാതെ കയറി ഇറങ്ങിയിട്ടും നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഇതിന് 6 മാർക്കിന് കൂടി വന്നാലാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. 4 മാർക്കിനാച്ചാൽ എത്രയൊക്കെ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? 10ാമത്തെ ചോദ്യം. കാർവണ്ണൻ തന്നുടെ കൺമുനയായൊരു കാർവണ്ടു വന്നിങ്ങു മെല്ലെ മെല്ലെ ദീനനായി നിന്നൊരു നാനായ പൂവിൽ നിന്ന് ആനന്ദമാടി കളിക്കുമോ താൻ. അമ്പാടിയിലേക്ക് പുറപ്പെട്ട അക്രൂരൻ്റെ ചിന്തകൾ എന്തെല്ലാമായിരുന്നു? മുകളിൽ നൽകിയ വരികളും പാഠഭാഗങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, കൃഷ്ണദർശനത്തിനായി ദാഹിച്ചു നിലകൊള്ളുന്ന ആളാണ് അക്രൂരൻ. ശ്രീകൃഷ്ണനോടുള്ള അതീവ ഭക്തിയുള്ള ആളാണ്. നിർമ്മലമായ മനസ്സുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ് കൃഷ്ണ ദർശനം. പരിശുദ്ധനായ അക്രൂരന് കൃഷ്ണദർശനത്തിനായി ദാഹിച്ചു നിലകൊള്ളുന്ന ആളാണ് അക്രൂരൻ. ശ്രീകൃഷ്ണനോട് അതീവ ഭക്തിയുള്ള ആളാണ്. നിർമ്മലമാകുന്ന മനസ്സുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ് കൃഷ്ണദർശനം. ഇത് റിപ്പീറ്റേഷനാണ്. പരിശുദ്ധനായ അക്രൂരനെ വർണ്ണിക്കാൻ കവി പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ശബ്ദഭംഗിയും കാവ്യഭാഗത്തിലെ ചമൽക്കാര ഭംഗിയും വ്യക്തമാക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ കടാക്ഷം ആഗ്രഹിക്കുന്ന അക്രൂരൻ പൂവിനെ പോലെ ധ്യാനത്തിൽ മുഴുകി നിലനിൽക്കുന്നു. മുഴുകി നിലകൊള്ളുകയാണ്. കണ്ണൻ്റെ കണ്ണുകൾ പൂവിന് ചുറ്റും പറക്കുന്ന വണ്ടുകൾ പോലെ തൻ്റെ ശരീരത്തെ ആനന്ദലഹരിയിൽ ആറാടിക്കുമോ എന്ന് അക്രൂരൻ ചിന്തിക്കുന്നു. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ കണ്ണിനെ വണ്ടുകളോടും അക്രൂരനെ പൂവിനോടുമുള്ള സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ കൺമുനയാകുന്ന കാർവണ്ട്, ഞാനാകുന്ന പൂവ് എന്ന വർണ്ണാവർണ്ണങ്ങൾ തമ്മിൽ അഭേദം കൽപ്പിച്ചിരിക്കുന്നു. അതേപോലെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീകൃഷ്ണനെ കാണാൻ ആഗ്രഹിക്കുന്ന ഭക്തിസാന്ദ്രമായ അക്രൂരൻ്റെ മനസ്സാണ് അല്ലേ. തൻ്റെ മുഖത്തേക്ക് ശ്രീകൃഷ്ണൻ നോക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദാനുഭൂതിയാണ് ഈ വരികളിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ കൃഷ്ണനെ കണ്ണുകളിലെ കാർവണ്ടായും അക്രൂരൻ്റെ മുഖത്തെ പൂവായും സാദൃശ്യപ്പെടുത്തിക്കുന്ന ആ ചമൽക്കാര ഭംഗിയും നമുക്ക് കാണാം. അപ്പോൾ അമ്പാടിയിൽ എങ്ങനെങ്കിലും എത്തണം എന്ന് വെമ്പൽ കൊള്ളുന്ന അക്രൂരൻ്റെ മനസ്സാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ അക്രൂരൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളൊക്കെ പോകുന്നുണ്ടല്ലേ. എന്തൊക്കെയാണ്? കാർവണ്ണൻ്റെ കൺമുനിയാകുന്ന കാർവണ്ട് പതുക്കെ പതുക്കെ ദുഃഖിതനായി നിൽക്കുന്ന ഞാനാകുന്ന പൂവെന്ന് ആനന്ദമാടി കളിക്കുകയില്ലേ എന്നൊക്കെ അക്രൂരന് ശ്രീകൃഷ്ണൻ്റെ മധുര മൊഴികൾ കൊണ്ട് ഞാൻ എൻ്റെ ചെവികൾ നിറയ്ക്കും. ലക്ഷ്മി ദേവി ആലിംഗനം ചെയ്യുന്ന മധുരമായ ശരീരം കണ്ണു നിറയെ ഞാൻ കണ്ടു നിൽക്കും. ഇതൊക്കെയാണ് അക്രൂരൻ ചിന്തിച്ചു കൂട്ടുന്നത്. ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാകുന്നത്? കൃഷ്ണനെ കാണാൻ ആഗ്രഹിക്കുന്ന ഭക്തിസാന്ദ്രമായ അക്രൂരൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം. അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ, അയാൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടോ ഗോപി? ജ്യേഷ്ഠത്തി ചോദിച്ചു. കയറിപ്പൊളിഞ്ഞ ചകലാസ്. ഈ കഥാന്ത്യം വർത്തമാനകാലത്തെ മനുഷ്യബന്ധത്തെ കുറിക്കുന്ന നൽകുന്ന സൂചനകൾ എന്തെല്ലാം? പ്രതികരിക്കുക. അപ്പോൾ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തൊരു മനുഷ്യനാണ് ഗോപി അല്ലേ. ഗോപിയാണ് അമ്മയെ മറന്നത്. എന്നിട്ട് ഗോപി പറയാണ്, നിങ്ങൾ എന്നെ മറന്നല്ലോ എന്ന്. അപ്പോൾ സാമ്പത്തിക മാനദണ്ഡങ്ങൾ മാത്രം പരിഗണിക്കുന്ന ബന്ധങ്ങളാണ് ഇന്ന് നിലകൊള്ളുന്നത്. സ്വന്തം ദുഃഖത്തിനും സന്തോഷത്തിനും മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സ്വാർത്ഥ സമൂഹത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ആ ഒരു സ്വാർത്ഥ സമൂഹത്തിൻ്റെ പ്രതീകമാണ് ഗോപി. ഗോപിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഗോപിയുടെ എന്താണ്, നമുക്ക് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക. ജോലി കിട്ടി വിവാഹം കഴിഞ്ഞ് നഗരത്തിൽ താമസിക്കുന്ന മകന് അമ്മയെ ഓർക്കാൻ സമയം കിട്ടുന്നില്ല. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന ഓർമ്മയില്ലാത്ത ജീവി മാത്രം. ഗോപി അത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അമ്മ തന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് അയാൾ ലാഘവത്തോടെയാണ് പറയുന്നത്. ഗോപി നഗര സ്വഭാവം പൂർണ്ണമായും എടുത്തണിയുന്ന കഥാപാത്രമാണ്. എന്നാൽ ഗോപിയുടെ ജ്യേഷ്ഠത്തിൽ നിരാലംബയായ അമ്മയെ ശുശ്രൂഷിച്ചു കഴിയുന്ന കേരളീയ ഗ്രാമത്തിലെ ഒരു സാധാരണ സ്ത്രീ മാത്രമാണ്. എങ്കിലും കുറിക്കൊള്ളുന്ന രീതിയിൽ സംസാരിക്കാൻ അവർക്ക് അറിയാം. കമലം അമ്മയുടെ ആശ്രിതഭാവം പുലർത്തുന്ന വ്യക്തിയാണെങ്കിലും ഓർമ്മ നഷ്ടമായ അമ്മയെ നീ ഓർക്കുന്നുണ്ടോ എന്ന ചോദ്യം ശക്തവും ഹൃദയഭേദകവുമാണ്. വസ്തു വിറ്റുപോയാൽ നിനക്ക് ഇങ്ങോട്ട് വരികയേ വേണ്ടല്ലോ എന്ന സത്യത്തിലേക്കും അവർ വിരൽ ചൂണ്ടുന്നു. യഥാർത്ഥത്തിൽ ഗോപി വീട്ടിൽ വന്നത് അമ്മയെ കാണാനല്ലെന്നും വസ്തു വിൽക്കാനാണെന്നും കമലത്തിന് മനസ്സിലായി. അതവർ തുറന്ന് ചോദിക്കുന്നുമുണ്ട്. മകൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഗോപി ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഗോപിയെ ഓർമ്മിപ്പിക്കുകയാണ് സഹോദരിയായ കമലം. അപ്പോൾ ഇവിടെ നമ്മൾ
ഓർക്കേണ്ട പോയിന്റുകൾ എന്താണ്? സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന സ്വാർത്ഥത ബാധിച്ച ആധുനിക സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഗോപി. ഗോപി ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു മനുഷ്യനാണ്. സാമ്പത്തിക മാനദണ്ഡങ്ങൾ മാത്രം പരിഗണിക്കുന്ന ബന്ധങ്ങളാണ് ഗോപിക്ക് അമ്മയോടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തോളത്ത് കനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം പൂണ്ടിടറ്റത്തു വണ്ടി കയ്യിലിരിപ്പു കൂനിക്കൂടി. വണ്ടിക്കാരൻ്റെയും കാളയുടെയും ജീവിത ദൈന്യം കവി ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വരികൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ ദൈന്യത നിറഞ്ഞതാണ് കാളവണ്ടിക്കാരൻ്റെ ജീവിതാവസ്ഥ അല്ലേ? ജീവിതഭാരം രണ്ടു പേർക്കും ഒരേപോലെയാണ്. അവർ പ്രയാസമേറിയ ജീവിത വഴിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നവരാണ്. ആരൊക്കെ? വണ്ടിക്കാരനും കാളയും അല്ലേ? കാളയുടെ അതേ അവസ്ഥയാണ് ആ വണ്ടിക്കാരനും ഉള്ളത്. കാളയുടെ ദുരിതപൂർണമായ ജീവിതം, അതായത് ഒരുപാട് മാറാപ്പ് കയറ്റി നടക്കുന്ന ഒരു കാളവണ്ടിക്കാരൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. നമുക്ക് നോക്കാം. കാളകൾ പാതകൾ തോറും വണ്ടിയും വലിച്ച് നടക്കുന്നത് പോലെയാണ് വണ്ടിക്കാരൻ ജീവിതപാതയിലൂടെ ദുരിതങ്ങളുടെ മാറാപ്പും പേറി നടക്കുന്നത്. ഓക്കെ, ദീർഘദൂരം സഞ്ചരിച്ച് കാളയുടെ കാലുകൾ തേഞ്ഞിരിക്കുന്ന പോലെ ദുർഘടം നിറഞ്ഞ ജീവിതം താണ്ടി താണ്ടി അയാളുടെ കാലുകളും തേഞ്ഞിരിക്കുന്നു. തുടരെ തുടരെ ദൗർഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിനാൽ കണ്ണീർ പോലും വറ്റിയിരിക്കുന്നു. കാളകളുടേതുപോലെ നിർവികാരതയാണ് അയാളുടെ കണ്ണുകളിലും. കാളകളെ പ്രഹരിക്കുമ്പോൾ അടിയേറ്റ് അവയുടെ ദേഹത്ത് മുറികളുണ്ടാകും. അതുപോലെ ദുരിതങ്ങളുടെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കുന്നത് കൊണ്ട് കാളവണ്ടിക്കാരൻ്റെ മനസ്സാകെ പുണ്ണുപിടിച്ചിരിക്കുന്നു. ഇങ്ങനെ കാളകളുടേതിന് തുല്യമായ ദുരിതപൂർണമായ ജീവിതമാണ് കാളവണ്ടിക്കാരൻ്റേത് എന്ന് കവി പറയുന്നു. അപ്പം കാളവണ്ടിക്കാരനെയും കാളയും ഒരേപോലെയാണ് സാദൃശ്യപ്പെടുത്തുന്നത്. മനുഷ്യാകാരം പൂണ്ട മറ്റൊരു വണ്ടിക്കാളയായാണ് വണ്ടിക്കാരനെ സാദൃശ്യപ്പെടുന്നത്. ഇവിടെ അതിൻ്റെ സാദൃശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ജീവിതഭാരം രണ്ടു പേർക്കും ഒരുപോലെയാണ്. ദുർഘടമായ ജീവിത വഴിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നവരാണ് അവർ. അപ്പോൾ ദൈന്യത നിറഞ്ഞ കാളവണ്ടിക്കാരൻ്റെ ജീവിതാവസ്ഥയാണ് ഈ വരികളിലൂടെ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടവും തൊഴിലും പഠിപ്പിച്ചച്ഛൻ പടനില ചന്തം പഠിപ്പിച്ചച്ഛൻ ആണായും പെണ്ണായും പോറ്റിയച്ഛൻ അച്ഛൻ കനിവെന്നോടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ പറയുന്നതിൻ്റെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബാല്യകാലത്ത് സുരക്ഷയ്ക്ക് വേണ്ടി കന്നി അടവുകൾ പഠിച്ചു. പടനിലത്തിൽ പെരുമാറേണ്ടുന്ന രീതികളും പഠിച്ചു. ആണായും പെണ്ണായും സമൂഹത്തിൽ പെരുമാറേണ്ടതെങ്ങനെയാണെന്നും അവൾ കുടുംബത്തിൽ നിന്ന് പഠിച്ചു. ധൈര്യവും സ്വഭാവഗുണവും ഒത്തിണങ്ങിയ സ്ത്രീയാണ് മതിലേരി കന്നി. കന്നിയെ വിവാഹം കഴിച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയതാണ് വേണാട്ട് രാജാവ്. നാളുകൾ ഏറെ കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ഭർത്താവ് യുദ്ധഭൂമിയിലാണെന്ന് കന്നി അറിയുന്നത്. ഇതറിഞ്ഞപ്പോൾ തന്നെ കന്നിയിലെ പോരാളി ഉണർന്നു. ഭർത്താവിനെ യുദ്ധത്തിൽ സഹായിക്കാൻ പടനായരുടെ വേഷമണിഞ്ഞു പോകാൻ കന്നി തീരുമാനമെടുക്കുന്നു. പയറ്റി തെളിഞ്ഞ പോരാളിയായാണ് മതിലേരി കന്നിയെ പിതാവ് ചിറക്കര വാഴുന്നവ വളർത്തിയത്. ഏത് പ്രതികൂല സാഹചര്യത്തെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള മതിലേരി കന്നിയുടെ മനക്കരുത്താണ് ഈ കാവ്യഭാഗത്ത് തെളിയുന്നത്. ഓക്കെ, അപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ ധീരതയോടെ നേരിട്ട മതിലേരി കന്നി പ്രിയതമൻ പോർമുഖത്താണെന്ന് പറഞ്ഞപ്പോൾ പട നയിക്കാൻ ഒരുങ്ങി പുറപ്പെടുകയാണ്. അച്ഛൻ പഠിപ്പിച്ച ആയോധന മുറയും വിദ്യയും ഊർജമാക്കി സ്വയം പരുപ്പെട്ടവളാണ് മതിലേരി കന്നി. ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടതെന്ന് മറിച്ച് ധൈര്യവും ശക്തിയും കൊണ്ട് മാത്രമാണ് വിജയിക്കാൻ കഴിയുക എന്ന് തെളിയിച്ച ആളാണ് മതിലേരി കന്നി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആ ചോദ്യത്തിൻ്റെ ബാക്കി ഇതാട്ട. പ്രതികൂല സാഹചര്യങ്ങളെ ധീരതയോടെ നേരിടുന്ന കഥാപാത്രമാണ് മതിലേരി കന്നി. കാവ്യഭാഗം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. അമ്മയോട് എനിക്ക് തോന്നിയിട്ടുള്ള സ്നേഹവും ശ്രദ്ധയും ഭക്തിയും ഈ ജീവിതത്തിൽ വേറൊരാളുമായിട്ടും പങ്കുവയ്ക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ അയാളുടെ ആത്മാർപ്പണം എനിക്ക് വിലപ്പെട്ടതായി തോന്നി. 2 ടാക്സിക്കാരൻ. കർത്താർ സിംഗിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് ലേഖകൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്? സന്ദർഭവും പടവും വിശകലനം ചെയ്ത് തയ്യാറാക്കുക. അപ്പോൾ കർത്താർ സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഡ്രൈവറാണ്. അമ്മയ്ക്ക് വേണ്ടി വിവാഹം പോലും മാറ്റിവെച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് കർത്താർ സിംഗ്. ആ ഫിലോസഫി ഐച്ഛികമായി പഠിച്ച് അയാൾ ഇപ്പോൾ ഡ്രൈവർ ജോലിയാണ് എടുക്കുന്നത്. എന്നാലും
അയാൾ അത് സംതൃപ്തിയോടെയാണ് ആ ജോലി ചെയ്യുന്നത്. അപ്പം നിത്യചൈതന്യയെ ഏറെ സ്വാധീനിച്ച വ്യക്തിയാണ് കർത്താർ സിംഗ്. കാരണം കർത്താർ സിംഗിൻ്റെ അമ്മയോടുള്ള സ്നേഹവും ശ്രദ്ധയും ഭക്തിയും അതൊക്കെ യതിയെ വളരെയധികം സ്വാധീനിച്ചു. സത്യസന്ധതയും ആത്മാർപ്പണവും കർത്താർ സിംഗിനെ വേറിട്ട് നിർത്തുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിതം സഫലമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള ഒരു ടാക്സി ഡ്രൈവറാണ് കർത്താർ സിംഗ്. നിത്യചൈതന്യ യതി ബോംബെയിൽ നിന്ന് ചെമ്പൂരിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് കർത്താർ സിംഗ് എന്ന ടാക്സി ഡ്രൈവറെ പരിചയപ്പെടുന്നത്. തത്വചിന്തയിൽ അപാര പാണ്ഡിത്യമുള്ള കർത്താർ സിംഗും കുടുംബവും പാകിസ്ഥാനിലെ ലാഹോറിൽ താമസിക്കുമ്പോഴാണ് ഇന്ത്യ വിഭജിക്കപ്പെടുന്നത്. പിതാവും സഹോദരനും വധിക്കപ്പെടുമ്പോൾ കർത്താർ സിംഗ് അമ്മയുമായി ബോംബെയിലെത്തുകയും കുറച്ചുനാൾ കഴിഞ്ഞ് ടാക്സി ഡ്രൈവറാവുകയും ചെയ്തു. അമ്മയെ ഈശ്വരത്തിലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അയാളുടെ ജീവിതം അമ്മയ്ക്കായി ഒഴിഞ്ഞു വെച്ചതായിരുന്നു. ആ സ്നേഹം മറ്റാരുമായി പങ്കിടാൻ അയാൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഒരു വിവാഹം പോലും വേണ്ടെന്ന് വെച്ചത്. സത്യസന്ധതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് കർത്താർ സിംഗ് എന്ന് യതി തിരിച്ചറിയുന്നു. ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നുള്ള സത്യവും ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കാണാൻ കഴിഞ്ഞു എന്ന് യതി പറയുന്നു. അപ്പോൾ സത്യസന്ധതയും ആത്മാർപ്പണവുമാണ് കർത്താർ സിംഗിനെ വേറിട്ട് നിർത്തുന്നത്. ഫിലോസഫി ഐച്ഛികമായി പഠിച്ചെങ്കിലും ഇപ്പോൾ ഡ്രൈവർ ജോലിയിൽ വളരെ സംതൃപ്തിയോടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. അമ്മയോടുള്ള സ്നേഹവും ശ്രദ്ധയും ഭക്തിയും മറ്റൊരാളുമായിട്ടും പങ്കുവെക്കേണ്ടെന്ന് കരുതി വിവാഹം പോലും വേണ്ടെന്ന് വെച്ച ആളാണ് കർത്താർ സിംഗ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി വിവാഹം പോലും മാറ്റിവെച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് കർത്താർ സിംഗ്. ഇത്രയും പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എഴുതാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉള്ള 2 ചോദ്യങ്ങൾ 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, 12 മാർക്കിനുള്ള സെക്ഷനാണ്. ഒരു പുറം നിറച്ച് എഴുതണം. ഓക്കെ, ഇവിടെ എന്താണ് മനസ്സിൽ നൈരാശ്യം എഴുതുന്നവന് മധ്യാഹ്നവും പ്രത്യഹമർദ്ധരാത്രം ശുഭം പ്രതീക്ഷിപ്പവനേതുരാവും സൂര്യാംശദീപ്തം പകൽ പോലെ തന്നെ വിഷം ദീപമയ. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് മനുഷ്യൻ്റെ ശുഭാപ്തി വിശ്വാസമാണ്. കവിതയിലെ ആശയങ്ങൾ കൂടി പരിഗണിച്ച് ശുഭാപ്തി വിശ്വാസവും ജീവിത വിജയം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഇപ്പം പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ അഭിസംബോധനയാണ് നടത്തേണ്ടത്. അപ്പോൾ മാന്യസദസ്സിന് വന്ദനം എന്ന് നിങ്ങൾ ആദ്യം എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ് ശുഭാപ്തി വിശ്വാസവും ജീവിത വിജയവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ശുഭാപ്തി വിശ്വാസത്തിന് വലിയ പങ്കുണ്ട്. നിരാശ വേട്ടയാടുന്നവന് നട്ടുച്ചയും അർദ്ധരാത്രി ആയിത്തീരും. നല്ലത് പ്രതീക്ഷിക്കുന്നവന് രാത്രിയും പകലാകും. ഓക്കെ, അപ്പം നമ്മൾ നോക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ജീവിതത്തെ സമീപിക്കുന്നത് അതേപോലെ തന്നെയായിരിക്കും ജീവിതവും നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ നിരാശ ബാധിച്ച് ഇങ്ങനെ നടക്കുന്നവരാണെങ്കിൽ നമുക്ക് നിരാശ തന്നെ ജീവിതത്തിലുടനീളം ഉണ്ടാവും. നല്ലത് പ്രതീക്ഷിക്കുന്നവനെങ്കിൽ നല്ലത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് കാര്യങ്ങളൊന്ന് നോക്കാം. മറ്റുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള സന്ദേശമാണ് വിശ്വം ദീപമയം എന്ന പാഠഭാഗത്തിലൂടെ മഹാകവി ഉള്ളൂർ നൽകുന്നത്. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഉണർവും ഉത്സാഹമേകുന്ന ഒരു പുലരി ഉണ്ടാകണമെങ്കിൽ ഒരു രാവ് കൂടിയേ തീരൂ. പെട്ടെന്നൊരു പകലുണ്ടാവില്ല, നമുക്ക് രാത്രി കഴിഞ്ഞാലേ പകലുണ്ടാവുള്ളൂ. അപ്പോൾ ഉണർവും ഉത്സാഹമേകുന്ന ഒരു പുലരി ഉണ്ടാകണമെങ്കിൽ ഒരു രാവ് കൂടിയേ തീരൂ. പകൽ കഴിഞ്ഞു പോയെന്ന് കരുതി ദുഃഖിക്കേണ്ട കാര്യമില്ല. പ്രത്യാശയുണരുന്ന ഒരു പ്രഭാതത്തിന് മുന്നോടിയായി കണ്ട് മുന്നോട്ട് ജീവിക്കുക. സൂര്യൻ പൊലിയുന്ന നിമിഷം തന്നെ ആകാശത്ത് വെളിച്ചവുമായി നക്ഷത്രനിര എത്തുന്നു. അപ്പോൾ സൂര്യൻ അസ്തമിച്ചാൽ അപ്പം തന്നെ നമുക്ക് ആരെത്തുന്നുണ്ട്? നക്ഷത്രനിര എത്തുന്നുണ്ട്. പകൽ അധ്വാനിക്കുന്ന മനുഷ്യന് വെളിച്ചം കൂടിയേ തീരും. അധ്വാന ഫലവുമായി ക്ഷീണിച്ചെത്തിന് മനുഷ്യന് രാത്രി വിശ്രമിക്കാനുള്ളതാണ്. അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം, പകൽ അധ്വാനിക്കാൻ നമുക്ക് സൂര്യൻ്റെ വെളിച്ചം വേണം. എന്നാൽ രാത്രി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ശാന്തമായിട്ട് വിശ്രമിക്കണം. അതിനെന്താണ് വേണ്ടത്? അതിന് സൂര്യവെളിച്ചം വേണ്ട, നക്ഷത്ര പ്രകാശം മതി. ഇപ്രകാരം പ്രപഞ്ചം മനുഷ്യന് വേണ്ടി, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഓരോ വസ്തുക്കളെയും സജ്ജമായിരിക്കുന്നത്. അപ്പം പ്രപഞ്ചം തന്നെ മനുഷ്യന് വേണ്ടി അങ്ങനെ സജ്ജമാക്കിയിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ ഇവ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമുക്ക് ക്ഷമയില്ല എന്നത് തന്നെ. പ്രപഞ്ചമാകുന്ന ഗുരുനാഥൻ പഠിപ്പിച്ചു തരുന്ന വസ്തുതകൾ ക്ഷമയോടെ പഠിച്ചെടുക്കാതെ നിരാശനായി ലഭിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അലയുകയാണ് ഓരോരുത്തരും. നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ആസ്വദിച്ച് ജീവിക്കാണ്ട് നമുക്കില്ലാത്തതിനെ കുറിച്ചാണ് നാം ചിന്തിച്ചു കൂട്ടുന്നത്. പുതിയ ഉന്മേഷത്തോടെ ഉണരും എന്നുറപ്പോടുകൂടി
ആണ് നാം ഉറങ്ങുന്നത്. എല്ലാ കാര്യത്തിലും ഒരു പ്രതീക്ഷ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവണം. മനസ്സ് എപ്പോഴും ശുദ്ധമായി വെക്കണം. നന്മയുടെ പ്രകാശം നിറയ്ക്കണം. നിരാശനാകാതെ ഊർജ്ജസ്വലരായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഏത് അർദ്ധരാത്രിയും നമുക്ക് പകലായി തോന്നും. ഏത് കഠിന പ്രവൃത്തിയും ലളിതമായി ഭവിക്കും. അതിനാൽ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുക. പ്രശ്നങ്ങളിൽ തളർന്നു വീഴാതെ സധൈര്യം മുന്നോട്ട് പോവുക. ഇത്രയും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം നിർത്തുന്നു. അപ്പോൾ പ്രഭാഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അഭിസംബോധനയും അതേപോലെ ഒരു ഉപസംഹാരവും എഴുതണം. അതേസമയം ഇതൊരു എസ് എ ഉപന്യാസ രചനയാണ് നിങ്ങളോട് പറഞ്ഞെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ശുഭാപ്തി വിശ്വാസവും ജീവിത വിജയവും എന്നാണ് നമ്മുടെ വിഷയം തന്നിരിക്കുന്നത്. അപ്പോൾ ആ വിഷയം ഹെഡിങ് പോലെ കൊടുക്കുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതുക. വിഷയം രണ്ടും ഒന്ന് തന്നെയാണ് എഴുതേണ്ടത്. കാരണം ശുഭാപ്തി വിശ്വാസവും ജീവിത വിജയവും അതിൽ എഴുതേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ പ്രഭാഷണം വരുമ്പോൾ നിങ്ങൾ അഭിസംബോധനയും ഉപസംഹാരവും ഉൾക്കൊള്ളിക്കണം. അതേസമയം ഉപന്യാസം വരുമ്പോൾ നിങ്ങൾ ഹെഡിങ് കൊടുക്കണം, ഒരു തലക്കെട്ട് കൊടുക്കണം. എന്താണോ വിഷയം പറഞ്ഞത് അതിൻ്റെ തലക്കെട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സുരേന്ദ്ര, മണ്ണും മരവും തമ്മിലുള്ള ബന്ധം നിനക്കറിഞ്ഞുകൂടാ. മരം വെട്ടിയാൽ വേരുണങ്ങും, മണ്ണുണങ്ങും, കാറ്റത്തും മഴയത്തും പറന്നും ഒലിച്ചും പോകും, കൊടുനീര് ചുരത്താത്ത കല്ലുകൾ തെളിഞ്ഞു വരും, തേൻ വരിക്ക. എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് പ്രകൃതി തന്നെയുണ്ട്. എന്നാൽ ആരുടെയും അത്യാഗ്രഹം ശമിപ്പിക്കാനുള്ളതല്ല ഗാന്ധിജിയുടെ ഈ നിരീക്ഷണവും കഥയും വിശകലനം ചെയ്ത് തേൻവരിക്കയിലെ സുരേന്ദ്രൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അപ്പോൾ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് തേൻവരിക്കയിലെ കഥാപാത്രമാണ്. അച്ഛനും മക്കൾക്കും ഉള്ളത് വിറ്റ് തുലയ്ക്കാനാണ് സുരേന്ദ്രൻ്റെ ശ്രമം. അപ്പോൾ സുരേന്ദ്രൻ ഒരു സാമ്പത്തിക മെച്ചം മാത്രമാണ് നോക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് സുരേന്ദ്രനെ കുറിച്ചൊന്ന് നോക്കാം. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് മകനായ സുരേന്ദ്രൻ. അച്ഛനും മക്കൾക്കും പ്രിയപ്പെട്ട തേൻവരിക്ക വിറ്റു തുലക്കാനുള്ള സുരേന്ദ്രൻ്റെ ശ്രമം. എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് പ്രകൃതിയിലുണ്ട്. അത്യാഗ്രഹം ഉള്ളതില്ല എന്ന ഗാന്ധിജിയുടെ വാക്കുകളുടെ പ്രസക്തി ഇവിടെ സൂചിതമാകുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടതൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ അതിയായ ആഗ്രഹം ശമിപ്പിക്കാനുള്ളത് പ്രകൃതിയിലില്ല എന്നാണ് ഗാന്ധിജിയുടെ ആ വാക്കുകൾ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ പ്രസക്തമാണ്. പ്രയാസങ്ങൾ നേരിട്ടപ്പോഴും അയ്യപ്പൻ പ്ലാവിനെ വിൽക്കാതെ സംരക്ഷിച്ചു. അപ്പം ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അയ്യപ്പൻ പ്ലാവിനെ വിറ്റില്ല. തേൻവരിക്ക വിൽക്കരുതെന്നും അത് മക്കളെ പോറ്റിയതാണെന്നും അച്ഛൻ സുരേന്ദ്രനെ ഉപദേശിച്ചു. പക്ഷേ സുരേന്ദ്രൻ്റെ പ്ലാൻ എന്തായിരുന്നു? റബ്ബർ വെക്കാനായിരുന്നു സുരേന്ദ്രൻ്റെ പ്ലാൻ. സാമ്പത്തിക മെച്ചം മാത്രമാണ് നോക്കിയത്. പക്ഷേ പിന്നീട് അത് സുരേന്ദ്രന് തന്നെ പ്രതികൂലമായി ബാധിക്കുകയാണ്. മരം വെട്ടിയാൽ കുടിനീർ കിട്ടില്ലെന്ന് സുരേന്ദ്രൻ തിരിച്ചറിയുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കേരള പാഠാവലിയുമായി ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് നടത്താം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.